നമസ്കാരം. അയൽ രാജ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ IPL പോലെയുള്ള വേദികളിൽ നിന്നും ആ രാജ്യങ്ങളെ ബഹിഷ്കരിക്കുക പതിവാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ താരങ്ങളെ IPLൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ഇരിപ്പുവശം വെച്ച് അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കണക്കാക്കിയാൽ ഒരു കാരണവശാലും ബംഗ്ലാദേശി കളിക്കാരെ ക്രിക്കറ്റ് താരങ്ങളെ നമുക്ക് IPL ലേലത്തിൽ ഉൾപ്പെടുത്താനോ IPL ടീമുകളിൽ കളിപ്പിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കുമെന്നും ഇന്ത്യയെ വിഘടിപ്പിക്കുമെന്നും പശ്ചിമ ബംഗാൾ അതുപോലെ തന്നെ ഒഡീഷ, ബീഹാർ മുതലായ സംസ്ഥാനങ്ങളെ മോചിപ്പിച്ച് പാകിസ്ഥാന് നൽകുമെന്നുമൊക്കെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു ശത്രു രാജ്യമായി ഇപ്പോൾ ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശി താരങ്ങളെ ഇക്കൊല്ലത്തെ IPL താരങ്ങളിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ IPL മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന അനൗദ്യോഗികമായ ഒരു തീരുമാനം എല്ലാ ടീമുകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി IPL സമയത്ത് അല്ലെങ്കിൽ IPL ടീമിൽ ബംഗ്ലാദേശി താരങ്ങളെ ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ ബംഗ്ലാദേശി താരമായ മുസ്തിഫസുർ റഹ്മാൻ എന്ന ക്രിക്കറ്റ് കളിക്കാരനെ ടീമിലെടുത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. BJPയുടെയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ കഴിഞ്ഞ കുറേ നാളുകളായി കൂട്ടക്കൊല ചെയ്തത്. ഓരോ ദിവസത്തിലും ഇത്തരത്തിലുള്ള കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നും ആ രാജ്യത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ സ്പോർട്സ് താരത്തെ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ പൊതുവികാരത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഷാരൂഖ് ഖാൻ്റെ ഈ തീരുമാനത്തിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓണർ ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാന് ബംഗ്ലാദേശ് പ്രേമം കൂടുതലാണോ എന്നറിയില്ല. രാജ്യത്തെ മറ്റെല്ലാ ടീമുകളും ബംഗ്ലാദേശ് താരങ്ങളെ ഹയർ ചെയ്യാതിരുന്നപ്പോൾ ഒരു ബംഗ്ലാദേശ് താരത്തെ ഉൾപ്പെടുത്തി വലിയ പ്രതിഷേധം ഈ ഷാരൂഖ് ഖാൻ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിനിടയിൽ പ്രതിഷേധക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മൗലാന സാജിദ് റാഷിദി ഇപ്പോൾ വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതായത് മുസ്ലിങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്, മുസ്ലിങ്ങളുടെ വികാരം, ആ വികാരത്തെ വ്രണപ്പെടുത്തരുത്. ഷാരൂഖ് ഖാൻ ഈ ടീമിൻ്റെ ഉടമയാണ്. അതായത് ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ടീമിൻ്റെ ഉടമ മുസ്ലിമാണ്. ഈ പറയുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ള താരവും മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് മൗലാന പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുസ്ലിങ്ങൾ വിചാരിച്ചാൽ ഈ രാജ്യത്ത് നിമിഷങ്ങൾക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാൻ കഴിയും. മുസ്ലിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അത്തരം കടന്ന കൈയിലേക്ക് പോകാത്തത്. ഇനി വേണമെന്ന് വെച്ചാൽ അതും ചെയ്യും എന്നൊരു ഭീഷണിയാണ് ഈ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനയും ഇപ്പോൾ വലിയ വിവാദത്തിലാവുകയാണ്. രാജ്യത്തിൻ്റെ പൊതു താല്പര്യം, രാജ്യത്തിൻ്റെ വികാരം, ഇതിനെയെല്ലാം വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഷാരൂഖ് ഖാൻ ബംഗ്ലാദേശി ക്രിക്കറ്റ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ അതിനെതിരെ ഉയരുന്ന ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഭീഷണി കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് എന്നാണ് പല സംഘടനകളും ഇപ്പോൾ ആരോപിക്കുന്നത്. അത്തരം സംഘടനകൾ ഇമാമിനെതിരെയും രംഗത്ത് വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.